ത്രെഡും ചെയ്യണം. ത്രെഡും ചെയ്ത് ഇന്ന് മുടിയും വെട്ടും. നമ്മൾ ഫെയറിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഫെയർ വ്ളോഗ് മോഡൽ എടുക്കണം എന്ന് വിചാരിച്ചായിരിക്കും വീഡിയോ തുടങ്ങണത്. പിന്നെ പോകുമ്പം റീൽ മോഡലായി പോവും. അതാണ് ചരിഞ്ഞും നൂന്നും ഒക്കെ വീഡിയോ വരണത്. ഫസ്റ്റ് തന്നെ നമ്മളെ ഹെയർ വാഷിങ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ക്രീമൊക്കെ ഇട്ടതിന് ശേഷം തലയെല്ലാം മസാജൊക്കെ ചെയ്ത് വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് താഴെ നമ്മൾ സ്റ്റെപ്പ് കട്ടൊക്കെ വെട്ടാൻ പോയി. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഹെയറിൽ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് പോകണം. നമ്മളങ്ങനെ ബ്യൂട്ടി കോൺഷ്യസ് ഒന്നും അല്ല. നമ്മൾ കിട്ടണ പൈസയിൽ നമ്മൾ ഫുഡ് കഴിക്കാനേ നോക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ നോക്കും. ഇതാദ്യമായിട്ടാണ് മുടി ഒന്ന് സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ പൈസയൊക്കെ സേവ് ചെയ്തിട്ട് പോകുന്നത്. പ്രോട്ടീൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ, കെരാറ്റിനും സ്മൂത്തനിങ് ഒന്നും ചെയ്തിട്ടില്ല. ഈ ഹെയറൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അവർ സെറ്റാക്കി ഇട്ട് തരും. അതാണ് ലാസ്റ്റ് ആ ഫൈനൽ ലുക്ക് അങ്ങനെ കിട്ടണം. ത്രെഡിങ് ചെയ്യണമെന്നും കൂടെ വിചാരിച്ചിട്ടല്ലേ പോയത്. നമുക്കൊരു കൂപ്പൺ തരും, അതിൻ്റെ അകത്ത് ത്രെഡിങ് ആഡാക്കാൻ മറന്നുപോയി. പുറത്തിറങ്ങിയതിന് ശേഷമാണ് ആലോചിച്ചത്. പക്ഷേ നമ്മൾ വീണ്ടും തിരിച്ച് കയറുകയാണെങ്കിലേ അതിൽ 1 GST ആഡാവും. ഏതിനും ഇന്ന എമൗണ്ട് പ്ലസ് GST ആയിരിക്കും വരണത്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പം ഇവിടെ വന്നിട്ട് ഞാൻ പ്രോട്ടീനും ചെയ്ത് സ്റ്റെപ്പ് കട്ടും വെട്ടി. എൻ്റെ ഫ്രണ്ട് സ്പായും ചെയ്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പം നല്ല സർവീസായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളൊക്കെ ഹെയർ കട്ട് ചെയ്തത് ജിത്തു എന്ന് പറയുന്ന ഒരു ചേട്ടനാണ്. പിന്നെ എൻ്റെ പ്രോട്ടീൻ ചെയ്തത് ചേച്ചിയുടെ പേരെനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഭയങ്കര നല്ല രസമില്ലേ? ഇന്നൊരു ദിവസം ഈ ഷോ ഒക്കെ കാണും, പട്ടി ഷോ ആയിരിക്കും. നാളെ നല്ല രസമായിരിക്കും. ഞാൻ ഈ വാഷ് ചെയ്ത് ഇത് സെറ്റാക്കുന്നതിന് മുമ്പ് നോക്കിയപ്പോൾ എന്നെ കാണാൻ ഭയങ്കര സുന്ദരിയായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ.